M5 ന്യൂസിൻ്റെ ഓണനിലാവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഞാൻ മനോജ്. നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് വിശ്വസിക്കുന്നു. സീരിയൽ ആക്ടർ. ഇത് പറയൂ. മറന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എൻ്റെ പേര് ദിസീമ. ഞാനും ജസ്റ്റ് ലോക്ക്ഡൗൺ സമയത്താണ് ഞാൻ സീരിയലിലേക്ക് ഒന്ന് എൻ്റർ ആവുന്നത്. കുറച്ച് പേർക്ക് മാത്രമേ എന്നെ അറിയപ്പെടുള്ളൂ. ഇത്രയും സീനിയറായിട്ട് മനോജ് ചേട്ടൻ്റെ വൈഫായിട്ടാണ് ഞാൻ. ഞങ്ങളിപ്പോൾ മാനത്തെ കൊട്ടാരം എന്ന് പറഞ്ഞ സീരിയലിൻ്റെ ലൊക്കേഷനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. സി കേരളം ചാനലിൽ വരുന്ന മാനത്തെ കൊട്ടാരം. അപ്പോൾ അതിൽ ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അപ്പോൾ എൻ്റെ ആദ്യമായിട്ടാണ് ഞങ്ങളൊരു പെയറായിട്ട് വരുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ പുതിയ ചാനൽ അത് ഈ ഓണത്തിനോടനുബന്ധിച്ച് വരുന്നു. അതൊരു ന്യൂസ് ചാനൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു ചാനലാണ് അല്ലേ. സത്യസന്ധമായിട്ട് വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതിൽ പ്രതിജ്ഞാബദ്ധരാണ് ന്യൂസ് ചാനലിലുള്ളവർ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നല്ല ഒരു ഇതായിട്ടാണ് വരുന്നതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇതിൻ്റെ ആരെങ്കിലും അണിയറയിലും പ്രവർത്തിക്കുന്നവർക്കൊക്കെ അതൊരു വിജയകരമാക്കാൻ കഴിയട്ടെ. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഈ പറഞ്ഞ കാര്യം നമ്മൾ ഓണമാണ്. ഓണത്തിൻ്റേതായ പ്രകൃതി പോലും എന്താ പറയുക, അതിൻ്റെ ഒരു ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ. ഞങ്ങളും ഈ പറഞ്ഞാൽ ഓണത്തിന് മുമ്പ് തന്നെ ഷൂട്ടൊക്കെ ഒന്ന് തീർത്ത് ഫ്രീ ആയിട്ട് വേണം ഞങ്ങൾക്ക് ഓണത്തിൻ്റെ വീട്ടുകാരായിട്ട് ഒത്തുകൂടാൻ. ഞങ്ങൾക്കാണെങ്കിൽ 3-ാം തീയതി ഷൂട്ടുണ്ട്. 3-ാം തീയതി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിലൊക്കെ ഒന്ന് ഒത്തുകൂടാൻ. അപ്പോൾ എന്താണ് പറയേണ്ടത്, നമ്മൾ ഓണവിശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട്, നമ്മൾ ഈ ഓണം എന്ന് പറയുമ്പോൾ ഇല്ലേ, അത് മലയാളികളുടെ ദേശീയ ഉത്സവമാണ്. അപ്പോൾ സത്യത്തിൽ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഇതൊക്കെ വളരെ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ്. ഈ ദിവസം എന്ന് പറഞ്ഞാൽ എവിടെയാണെങ്കിലും എന്നെ സംബന്ധിച്ചിട്ട് ഞാനും കുടുംബവും അല്ലെങ്കിൽ ഞാനും വൈഫും മോനും ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വടക്കംപറവൂരുള്ള തറവാട്ടിലാണ്. ഞങ്ങളത് മിസ് ചെയ്യില്ല. കാരണം അന്നത് അവർക്ക് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുകയാണത്. അപ്പം അന്ന് എന്ത് വർക്കും കാര്യങ്ങളുണ്ടെങ്കിൽ പോലും നമ്മളതൊക്കെ ഒഴിവാക്കും. കാരണം ആ ഒരു ദിവസം എല്ലാവരും കൂടെ ഇരുന്ന് തൂശനിലയിട്ട് കറികളൊക്കെ വിളമ്പി അതിൻ്റെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ അതൊരു അടുത്ത ഓണം വരെ നമ്മുടെ നാവിലിങ്ങനെ നിൽക്കും അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഓണവിശേഷം. നിനക്ക് എങ്ങനെയാണ് പറയാനുള്ളത്? ഞാനും കോഴിക്കോട് വടകര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങൾക്ക് 3-ാം തീയതി ഷൂട്ട് വെച്ചിരിക്കുക. ഞാൻ 4-ാം തീയതി ട്രെയിനിൽ കയറിയ മനോജേട്ടൻ ഇന്നലെയും പറഞ്ഞു, നീ എന്താണ് 4ാമത്തെ ഓണം കഴിഞ്ഞിട്ടേ അവിടേക്ക് എത്തുള്ളൂ. സത്യമാണ്. പക്ഷേ സെയിം അച്ഛനും അമ്മയും ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. ഞങ്ങൾ എവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിലും ഞങ്ങൾ തിരുവോണത്തിന് അച്ഛൻ്റെയും അമ്മൻ്റെയും കൂടെയാണ്. മക്കളും ഞങ്ങളെക്കാൾ പ്രാധാന്യം അച്ഛനും അമ്മയ്ക്കും മക്കൾ വരുന്നതാണ്. അപ്പം അതൊരു അതെല്ലാ അച്ഛനമ്മമാർക്കും അതവരുടെ ഒരു മക്കളും മരുമക്കളും പേരക്കുട്ടികളും അവരുടെ ചുറ്റും എല്ലാവരും കൂടെ ഇരുന്ന് നല്ല ഓണക്കോടിയെ കൊടുത്ത് എന്താ പറയുക, അതിൻ്റെ ഒരു സുഖം അത് നമ്മളൊരിക്കലും പ്രായമായ നമ്മളുടെ അച്ഛനമ്മമാരെയൊക്കെ ഒരിക്കലും നമ്മൾ ഈ ഒരു ദിവസങ്ങൾ, വിശേഷ ദിവസങ്ങളിൽ നമ്മൾ ചേർത്ത് പിടിക്കണം. കാരണം നമുക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമ്മൾ പല പല സ്ഥലങ്ങളിലായിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ളൊരു ദിവസം എന്ന് പറയുമ്പോൾ അവർ വീട്ടിലിരുന്ന് അവർ കൊതിക്കുന്നൊരു ദിവസം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും അതിൽ വളരെയധികം നിഷ്കർഷ പാലിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അവർക്ക് കിട്ടുന്നൊരു സ്വർഗമാണത്. അവർക്ക് വേറെ ഒന്നും വേണ്ട. നമ്മളിപ്പോൾ ഒരു ഓണക്കോടി വാങ്ങിച്ചു കൊടുത്താലും എന്ത് ചെയ്താലും അതിനേക്കാളൊക്കെ സന്തോഷം നമ്മുടെ സാമീപ്യമാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഓണത്തിനെ കുറിച്ച്. പിന്നെ പണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് ഓണം എന്ന് പറഞ്ഞാൽ ഞങ്ങളത് അത്തം മുതൽ തുടങ്ങും. അത്തം മുതൽ 10 ദിവസം നമുക്ക് പൂവ് പറിക്കാൻ പോകൽ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മത്സരമാണത്. കാരണം ഏറ്റവും കൂടുതൽ പൂക്കൾ ആരാണ് കളക്ട് ചെയ്യുന്നത്, ഒരു ഗ്യാങ്ങായിട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ അമ്മയുടെ തറവാട് പുത്തമേലിക്കരയാണ്. അവിടെ എൻ്റെ അമ്മയുടെ അമ്മൂമ്മയുടെ അനിയത്തിയുടെ മക്കൾ അവരൊക്കെ എല്ലാവരും ഇങ്ങനെ അടുത്തടുത്തൊക്കെ. അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ പൂ പറിക്കാൻ ഇറങ്ങും. അത്തത്തിന് മുമ്പേ തന്നെ ആരംഭിക്കും. പൂക്കളൊക്കെ പറിച്ച് ഓരോരുത്തർ വീതിച്ച് അവരവരുടെ വീടുകളിൽ പൂക്കളം, അതാരുടെ വീട്ടിലെ പൂക്കളമാണ് ഏറ്റവും നല്ലതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ ഒരു, അതായത് നമ്മളിങ്ങനെ അതൊക്കെ ഉണ്ട്. ക്ലബ്ബുകളിലൊക്കെ അന്ന് സ്ഥിരം ഗായകനായിരുന്നു ഞാൻ. എല്ലാ മത്സരത്തിലും പങ്കുചേരും, എനിക്ക് പ്രൈസ് കിട്ടും. അങ്ങനെ ഉള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത എൻ്റെ ഓണത്തിൻ്റെ കാലഘട്ടങ്ങളത്. പിന്നെ തിരുവോണ ദിവസം തുമ്പക്കുട എന്ന് പറയും. നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടോ തുമ്പക്കുട?
ഇവിടെ കോഴിക്കോടൊക്കെ ഉണ്ടാ ഇല്ല. പറഞ്ഞത് ഇവരുടെ കോഴിക്കോട് ഭയങ്കര വ്യത്യസ്തത എന്താ അറിയൂ, നമ്മൾ ഈ സാധാരണ തിരുവോണ ദിവസം വെജിറ്റേറിയൻ സദ്യയല്ലേ, മലബാർ സൈഡിലൊക്കെ അവിയലിന്റെ സാമ്പാറിന്റെ ഇടയിൽ ഒരു ചിക്കൻ കറി, ഒരു മീൻ അതല്ല, കഷ്ണം ഞങ്ങൾക്ക് ഫുൾ വെജ് വേണം, എന്നിട്ട് അതിന്റെ കൂടെ ചിക്കനും ഫിഷും. അതെ, സാമ്പാറും അവിയലൊക്കെ കൂട്ടുന്നതിനൊപ്പം ഒരു കായും കൂടെ വലിച്ചെങ്കിലും എടുത്തുകൊണ്ടിരിക്കും. അതൊക്കെ ഞാൻ പറഞ്ഞു, അത് മലബാർ, അത് എല്ലാവരും അവിടുത്തെ എല്ലാ മതസ്ഥരും അങ്ങനെയാണ്, അവിടെ ഹിന്ദു എല്ലാവരും അങ്ങനെയാണ്. പക്ഷെ നമ്മളുടെ ഇങ്ങോട്ട് വരുന്ന മധ്യ കേരളം അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ ഫുള്ള് സദ്യ മാത്രമാണ്. അത് അന്ന് സദ്യക്ക് വെജിറ്റേറിയൻ ആണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം അത് നമ്മുടെ വീട്ടിൽ രാവിലെ മുതൽ സദ്യ ഉണ്ടാക്കണ തിരക്ക്. ഇന്നിപ്പോൾ എല്ലാം മാറി, ഇന്നെല്ലാം റെഡിമെയ്ഡായി, പാഴ്സൽ വാങ്ങിക്കുക, ഒരു പെട്ടിയിൽ ഇങ്ങനെ വരും, ഒരു ഇലയും വരും, ചിലപ്പോൾ പേപ്പറിലായിരിക്കും. ഇല്ല, മലബാറീസ് ഇപ്പോഴും വീട്ടിലുണ്ടാക്കി ഫുൾ ടൈം ഞങ്ങൾ കിച്ചണിൽ തന്നെയാണ് കേട്ടോ. TV കാണാൻ പോലും സമയം ഉണ്ടാവില്ല. അതെ, അപ്പം ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെയാണ്. അത് ലോകത്ത് എനിക്ക് ഒരു കയ്യിൽ നിന്നും കിട്ടില്ല. അപ്പോൾ എൻ്റെ അമ്മച്ചീനെ വിളിക്കും. അപ്പോൾ അമ്മയുടെ നിസ്സാര സമയം കൊണ്ടൊക്കെ ഓരോന്നൊക്കെ ഇഷ്ടവും ഉരുളക്കിഴങ്ങ് ഇഷ്ടമൊക്കെ ഇല്ലേ, അല്ല സാമ്പാറായാലും അവിയലായാലും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതാണ് എനിക്കിഷ്ടം. അമ്മയും എൻ്റെ വൈഫും പെങ്ങളൊക്കെ കൂടി ചേർന്ന് വയ്ക്കുന്നതാണ് എനിക്ക് താല്പര്യം. അപ്പോൾ ഇവർക്ക് പരാതി എന്താണെന്ന് വെച്ചാൽ ഈ ഓണമായിട്ട് കുളിച്ച് ഒന്നാമത്തെ ചൂടൊക്കെ അറിയാലോ നമുക്ക്. അടുക്കള എന്ന് പറഞ്ഞാൽ ഒരു ചൂട് പിടിച്ച സ്ഥലമാണല്ലോ. അപ്പോൾ അവിടെ കിടന്ന് ഞങ്ങൾ വയർത്ത് കുളിക്കുക, നിങ്ങൾ നല്ല സന്തോഷമായിട്ടിരിക്കുക, തമാശയും പറഞ്ഞ് ഞങ്ങൾ ഈ ഒരു 12-1 മണി വരെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുക ഇല്ലേ. അപ്പോൾ ഇങ്ങനെ എൻ്റെ വൈഫും വിനയം പെങ്ങളൊക്കെ ഇങ്ങനെ പറയും, ഇവർക്കൊന്നുമല്ലല്ലേ മീൻ ചേച്ചി, ഇവർക്കിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുക, ഇവർക്ക് നമ്മളിവിടെ കിടന്ന് കഷ്ടപ്പെടണം എന്നാൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ പുറത്തുനിന്നാക്കി. കാരണം നമ്മൾ ചിന്തിച്ചപ്പോൾ ഒരു മനുഷ്യത്വപരമായിട്ട് നമ്മൾ ചിന്തിക്കണമല്ലോ. കാരണം അവരുടെ കൈയിൻ്റെ ഇത് നമ്മൾ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്ക് ആഗ്രഹമില്ല, രാവിലെ തന്നെ കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഉറിയൊക്കെ തൊട്ട് അങ്ങനെ ഇരിക്കാനുള്ള ഒരു സുഖമില്ല. പിന്നെ ഇപ്പോഴത്തെ റീൽസ് എടുക്കലൊക്കെയാണല്ലോ പണി. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞങ്ങളിപ്പോൾ പുറത്തുനിന്ന് എടുക്കുന്നത്. ഇത്തവണത്തെ ഓണത്തിന് ഇങ്ങനെ എൻ്റെ അമ്മ വീണ്ടും പറയേണ്ട, അമ്മയ്ക്കാണെങ്കിൽ അമ്മ തന്നെ വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചാൽ തീരുമാനം എടുത്തു. പിന്നെ അമ്മയുടെ വക 2 കറി എന്തെങ്കിലും അതിൻ്റെ ഒപ്പം വയ്ക്കും അമ്മ. അതെനിക്ക് എല്ലാവർക്കും ഇഷ്ടമാണത്. ഒരു ചമ്മന്തി അരച്ച പോലെ അതിന് ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഓണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് അല്ലേ. നമ്മളെല്ലാവർക്കും ഒരു ഒത്തുകൂടലിൻ്റെ, ഒരു ഒരുമയുടെ, ഒരു സ്നേഹത്തിൻ്റെ, പിന്നെന്താ പറയുക, നമ്മുടെ നാട് ഭരിച്ചിരുന്ന മാവേലി സത്യസന്ധതയുടെ പര്യായമായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വരവിനായിട്ട് നമ്മൾ കാത്തു നിൽക്കുക. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ നാട് മുഴുവൻ ഒരു അനിശ്ചിതാവസ്ഥയിലും ഒരു വല്ലാത്ത ക്രൂരതയിലേക്ക് ഇങ്ങനെ മാറിയിരിക്കുന്ന സമയത്ത് മാവേലി നാട് വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നുള്ള ആ കാര്യമൊക്കെ നമ്മൾ ആലോചിക്കേണ്ട, അല്ലെങ്കിൽ അത് അയവിറക്കാനുള്ള ഒരു ദിവസവും കൂടിയാണ്. ഇങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം. അപ്പോൾ ഇതൊക്കെ നമുക്കതൊരു അയവിറക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു നിർവൃതിയാണ് അല്ലേ. ഞങ്ങളുടെ നാട്ടില് ഓണപ്പൊട്ടം വരും. ഓണപ്പൊട്ടനാണ് സത്യം. ഇവരുടെ നാട്ടിലെല്ലാം പ്രത്യേകതകളാണ്. ഓണപ്പൊട്ടം എന്ന് സാമ്പാറിന്റെ അവിയലിന്റെ ഇടയിൽ ഒരു ചിക്കൻ നോക്ക്, ഗൂഗിളിലൊക്കെ അങ്ങനെയല്ല ഓണപ്പൊട്ടം. എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ പൂക്കളത് ജസ്റ്റ് വന്നിട്ട് സംസാരിക്കൊന്നുമില്ല, കിണികിനെ സൗണ്ട് കേൾക്കുമ്പോ എല്ലാ മനുഷ്യനാണോ? അറിയോ ഓണത്തിന്? ഇല്ല, ഞങ്ങളുടെ പൂക്കളോടാറുണ്ടോ? ആണ് പൂക്കളത്തില് ഓണം കൊള്ളുക കേട്ടിട്ടില്ലേ? ഓണം കൊള്ളുക എന്താ? ഇവര് ഏത് രാജ്യത്തെയാണോ ഓണം കൊള്ളല്ലേ? അതായത് ഞാന് ആ ഭാഷ ഈ മഹാബലി ഇല്ലേ, അറിയോ? മഹാബലി അറിയോ? മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയതാരാണ്? വാമനൻ. വാമനൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. ആ വാമനന്റെ ഇതിലാണ് തൃക്കാക്കരപ്പൻ എന്ന് പറയുന്നത്. ഈ വാമനെയാണ്, അവിടുത്തെ പ്രതിഷ്ഠയാണ് വാമനൻ. അതാണ് നമ്മൾ ഈ തൃക്കാക്കരപ്പനെ ഓണത്തിന്റെ അന്ന് ഇങ്ങനെ വയ്ക്കും. ഞങ്ങളുടെ നാട്ടിൽ അത് തൃക്കാക്കരപ്പനെ കട്ട് ചെയ്ത് വെക്കൂല. ഞങ്ങള് ഈ പൂക്കളം മാത്രമേ വെക്കുള്ളൂ. അല്ലേ? ആണ് മലപ്പുറം അല്ലേ? നമ്മള് പൂക്കളം മാത്രമേ വെക്കുള്ളൂ. എന്നിട്ട് ഓണപ്പൊട്ടം വരും. അതാണ് ഞങ്ങളുടെ നാട്ടില്. എന്നിട്ട് അപ്പോഴാണ് കുട്ടികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ പണ്ട് കാലത്ത്
ഓണപ്പൊട്ടൻ മാത്രമേ ഉള്ളൂ ആ ഓണത്തിന് വന്നിട്ട് ജസ്റ്റ് അവർക്ക് കൈനീട്ടം കൊടുക്കും, അങ്ങനെ ആക്കിയിട്ട് ഓണപ്പൊട്ടന് കഴിഞ്ഞിട്ട് കൊടുക്കും. അരി കൊടുക്കും, തേങ്ങ കൊടുക്കും, അങ്ങനെയൊക്കെ കൊടുക്കും. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൃക്കാക്കരപ്പന വയ്ക്കും, ഓണം കൊള്ളും. എൻ്റെ വീട്ടിൽ ഓണം കൊള്ളാൻ എൻ്റെ അച്ഛൻ തന്നെയാണ്, ഡാഡി തന്നെ പോകുന്നത്. അത് ഓണം കൊണ്ടിട്ട് നമ്മളിങ്ങനെ അതൊക്കെ എന്തോ തേങ്ങ കട്ട് ചെയ്ത് വെക്കും ആ ഒരു വർഷത്തേത്. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അട, മാവേലിക്ക് വേണ്ടിയിട്ട് അട, ഏത്തപ്പഴമില്ലേ അത് പുഴുങ്ങിയത്, അങ്ങനെ ഇതൊക്കെ കൂടി അവിടെ കളത്തിൽ വെച്ചിട്ട് ഞങ്ങളിങ്ങനെ ആർപ്പ് വിളിക്കും. ആർപ്പൂ മാവേലി വരവേൽക്കണത് വലിയൊരു കുടയൊക്കെ വെക്കും അവിടെ. എന്നിട്ട് നമ്മളതൊക്കെ വിളിച്ചിട്ട് നമ്മൾ പോകുമ്പോൾ മാവേലി അത് കഴിച്ചിട്ട് പോകുന്നുള്ളതാണ് വിശ്വാസം. ആ വിശ്വാസത്തിന്റെയാണ് ഞങ്ങളുടെ നാട്ടിലെ ഓണപ്പൊട്ടം വന്നിട്ട് സെയിം ആ സിറ്റുവേഷൻ. നിങ്ങളുടെ നാട്ടിൽ മാവേലി പൊട്ടനാക്കി, ഓണപ്പൊട്ടൻ ഞങ്ങളുടെ നാട്ടിൽ രാജാവായിട്ട് സംസാരിക്കില്ല, മലബാറിൽ ചെന്നപ്പോ പൊട്ടനായി. ഓണപ്പൊട്ടെന്നാ പറയാ അതിന്. സംസാരിക്കൂല, ഇങ്ങനെ വാമൂടി ഒന്നും ആക്കൂല, ഇങ്ങനെ മണികിലക്കും. എന്നിട്ട് ഞാൻ വെറുതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വല്ല കോഴിക്കോട്ടുകാരൊക്കെ പറയും ഇവരാരാടാ ഞങ്ങളെ കോഴിക്കാട്ടുകാരെ. നമ്മൾ തമാശ പറഞ്ഞു, കാരണം അതൊക്കെ ഓരോ സ്ഥലങ്ങളുടെ ഒരു രീതികളല്ലേ അത് നമ്മൾ. പക്ഷെ എന്തായാലും ഓണം ഉണ്ടല്ലോ അല്ലേ, ഓണമുണ്ട്, പൂക്കളവും ഉണ്ട്, ഓണപ്പൊട്ടനും ഉണ്ട്. മതി, ഓണപ്പൊട്ടനും പൂക്കളും ഒക്കെ മതി. മഹാബലി വന്നു. അപ്പം മനുജന് എന്തായിരിക്കും മഹാബലിയോട് ചോദിക്കാൻ പോകുന്നത്? മഹാബലി തന്നെ ഒരു രക്ഷയില്ലാണ്ട് പാതാളത്തിൽ നിന്ന് ഒരു ദിവസത്തെ പരോളിലാണ് വരുന്നത്. ഞാൻ അദ്ദേഹത്തോട് എന്ത് ചോദിക്കാനാണ് പാവം. അല്ല, മഹാബലി ഉണ്ടായിരുന്നെങ്കിൽ മനുജനെ എന്താണ് മഹാബലി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഭയങ്കര ഹാപ്പി അല്ലേ ഇല്ലേ? മഹാബലിയോട് ഇപ്പൊ നമുക്കൊന്നും ചോദിക്കാനില്ല. നമുക്ക് മഹാബലി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മഹാനായ ചക്രവർത്തിയായിരുന്നു, ദാനശീലൻ. അപ്പൊ അദ്ദേഹത്തിനെ കാണുന്നത് തന്നെ വലിയൊരു പുണ്യമാണ് ഇല്ലേ? സങ്കല്പമാണ് ഇതൊക്കെ. പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് ചോദിക്കാന്ന് വെച്ചാൽ നമ്മുടെ കേരളമൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാൻ പറ്റുമോ, മൊത്തത്തിൽ ഇതൊക്കെ ഒന്ന് കേടുപാടുകളൊക്കെ തീർച്ചയായും ശരിയാക്കി എടുക്കാൻ പറ്റുമോ, സാധാരണക്കാർക്കൊക്കെ വീർപ്പ് കൂട്ടാതെ ജീവിക്കാനുള്ളൊരു ഒരു സന്ദർഭം ഒന്ന് മാവേലി തമ്പുരാൻ ഉണ്ടാക്കി തരുമോ എന്ന് പറയും. നമ്മളുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പറയാലോ ഇല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പൊ കള്ളവും ചതിയും വഞ്ചനകളും അല്ലെങ്കിൽ പീഡനങ്ങളും ഇവക ഒന്നുമില്ലാത്ത ഒരു നല്ല കേരളം ഞങ്ങൾ സ്വപ്നം കാണുന്നു മാവേലി. അത് അങ്ങേക്ക് സൃഷ്ടിച്ചു തരാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ സായുജ്യം അല്ലെന്നാ പറയാ, എന്താ ഇതാവൂന്ന് പറയില്ലേ? അപ്പൊ അതാണ്. അപ്പൊ നമുക്ക് ഓണം ആയതുകൊണ്ട് ഒരു പാട്ട്, നല്ലൊരു പാട്ടുകാരിയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ. സത്യമായിട്ടും ഗായകന്മാര് പാട്ട് പാടുന്ന ആൾക്കാർ പാടാൻ പോകുന്ന നമ്മൾ മലയാള പാട്ടല്ല. എനിക്ക് സത്യട്ടോ, എനിക്ക് എന്താ പറയാ, നമ്മൾ ഈ ഡാൻസ് ഒക്കെ ഓക്കെ, പക്ഷെ ഈ പാട്ട് എന്ന് പറയുന്നത് ഞാൻ പാടിത്തരുന്നത് ഏറ്റു ചൊല്ലാൻ പറ്റും എന്റെ വോയിസിൽ. ഓക്കെ, പാടാം. നിന്റെ വോയിസ് നല്ല വെറൈറ്റി വോയിസാണ്. ഓക്കെ, പാടാം. അപ്പോൾ ഇഷ്ടമാതിരി പാട്ടുണ്ട്. ഇപ്പൊ നമ്മൾ TV തുറന്നാലും എവിടെ ചെന്നാലും റോഡിലാണെങ്കിലും ആകെ നമ്മളെപ്പോഴും കേൾക്കണ പാട്ടാണ് തിരുവോണപ്പൂ, ഇതല്ലേ? പിന്നെ ഓണപ്പൂവേ. ശരിക്കും ഓണത്തിന് അധികം പാട്ടില്ല എന്നുവെച്ചാൽ സിനിമയിലേ എപ്പോഴൊക്കെയാണ് തിരുവോണപ്പുലരിയ. പിന്നെ ജയേന്ദ്രൻ ചേട്ടൻ പാടിയൊരു പാട്ടുണ്ടല്ലോ, എന്താണ്, തിരുവാവണിരാവ്, ആ പാട്ടില്ലേ? അതൊക്കെ നല്ല പാട്ടുകളാണ്. പക്ഷെ എനിക്ക് ഇപ്പോഴും എൻ്റെ നൊസ്റ്റാൾജിക് ഫീൽ വരുന്ന ചില ഓണപ്പാട്ടുകളുണ്ട്. പണ്ട് ദാസേട്ടൻ്റെ തരംഗണി എന്ന് പറഞ്ഞ കാസറ്റ്സ് ഒക്കെ ഇറങ്ങിയിരുന്ന സമയത്ത് ഇഷ്ടംമാതിരി ഓണപ്പാട്ടുകൾ വന്നിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര, അതായത് ഉത്രാടപ്പൂനിലാവേവാ കേട്ടിട്ടുണ്ടോ? അതൊക്കെ ഓണം പൊന്നോണം പൂമല പൊങ്ങും പുഴയോരം പൈങ്കിളി പാടുന്നു തുയിലുണരൂ. അത് എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്. പിന്നെ സിനിമയിലൊരു പാട്ടുണ്ട്, പണ്ട് പൊന്നാരം ചൊല്ലി ചൊല്ലി എന്ന് പറഞ്ഞ സിനിമയിലെ അത്തപ്പൂവും തുള്ളി തൃക്കപ്പൂവും തുള്ളി തന്നാനം പാടി പൊന്നു ഞാലിലാടി തെന്നാലേവാ ഒന്നാനാം കുന്നിലോടിവാ, ആ പാട്ടുണ്ട്. പിന്നെ എനിക്ക് വളരെ ഒരു രസമായിട്ട് തോന്നിയൊരു പാട്ട് എന്ന് പറഞ്ഞാൽ അത് പാടാം നമുക്ക്. അത്തം മുതൽ ഇങ്ങനെയുള്ള പൂക്കളുടെ ഒക്കെ എല്ലാം മുഴുവൻ പാടാൻ എനിക്കറിയില്ല, ഓർമ്മയില്ല. ഇത് ഏതാണ്ടൊക്കെ ആയിട്ട് ഞാൻ പാടാം. അത്തപ്പൂ നൃത്തം വച്ചു ചിത്തിരപ്പൂ ചിരി തൂകി ചോദിപ്പൂ ചോദിച്ചു മാവേലി വന്നു
മന്നൻ മാവേലി വന്നു. വിശാഖമലരിൻ മിഴിയിൽ നിന്നും വിലോലഹിമബിന്ദു. അനിഴപ്പൂവിനകമേയുണ്ടൊരു വികാരമധുസിന്ധു. തൃക്കേട്ട പൂവകലെ കേട്ടു തൃച്ചേവടിയുടെ നാദം. മലരുകളെല്ലാം മണിമുറ്റത്തൊരു മാവേലി കളമെഴുതി. മാവേലി വന്നു പാട്. മന്നൻ മാവേലി വന്നു. ഞാൻ കേൾക്കാം. മാവേലി വന്നു കൂടെ പാടാൻ പറ്റും. അല്ല അതൊക്കെ, പക്ഷെ ഇത് കേട്ടിട്ടേ ഇല്ല. ഇത് കേൾക്കാൻ നല്ല കാര്യം, നല്ല പാട്ടതൊക്കെ. ചിലവർക്ക് അങ്ങനെ നല്ലതൊന്നും കേൾക്കാൻ ഇതൊക്കെ ദാസേട്ടന്റെ തരംഗണിയുടെ. കാരണം ഈ പാട്ടിന്റെ പ്രത്യേകത വെച്ചാല് അത്തപ്പൂ നൃത്തം വെച്ചു, ചിത്തിര, ചോതി, വിശാഖ, ആ അനിഴം എല്ലാ ദിവസങ്ങളും വരുന്നുണ്ട് ഇതില്. ലാസ്റ്റ് തിരുവോണം വരെ വരുന്നൊരു ലിറിക്കാണത്. ഗൂഗിളിൽ അടിച്ചാൽ, യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ കാണാം. അത്തപ്പൂ നൃത്തം വെച്ചു എന്ന് അടിച്ചാൽ ആ പാട്ട് വരും. അപ്പൊ ഇതൊക്കെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങളുടെ ഓണവിശേഷങ്ങൾ അല്ലേ. അപ്പൊ വേറൊന്നും എനിക്ക് പറയാനില്ല. നല്ല നല്ല രീതിയിൽ, നല്ല മനസ്സോടെ, നല്ല ചിന്തകളോടെ. നമ്മൾ വെറുതെ ഓണം സദ്യ ഉണ്ടാവുണ്ടോ, ഓണക്കോടി എടുത്തുകൊണ്ടോ അങ്ങനെയൊന്നും ഒരു കാര്യമില്ല. എപ്പോഴും ആ ഓണ ദിവസത്തിൽ നമ്മൾ മനസ്സിലൊരു പ്രതിജ്ഞ എടുക്കണം. അടുത്ത ഓണം വരെ ഞാൻ സത്യവും ധർമ്മവും നീതിയും പുലർത്തി ഞാനൊരു നല്ല വ്യക്തിയായി, നല്ല മനുഷ്യനായി, ആരെയും വേദനിപ്പിക്കാതെ നല്ല രീതിയിൽ നടക്കും എന്ന് മാവേലിക്ക് നമ്മളൊന്ന് വാക്കുകൊടുത്തു നോക്കും. മാവേലിയുടെ അനുഗ്രഹം, മഹാബലിയുടെ അനുഗ്രഹം നമുക്കുണ്ടാവും. മനസ്സിലായോ? പാലിക്കാന്ന് വാക്ക് കൊടുക്കണം. ഓണത്തിന് മാവേലി വരുമ്പോൾ വാക്കാ കൊടുക്കേണ്ടത്. നിങ്ങളുടെ അവിടെ ഓണപ്പൊട്ടന് കൊടുത്താലും മതി. കൊടുത്തിട്ട് നമ്മളത് പാലിക്കാനായിട്ട് എന്നും നമ്മളാ ചിന്ത ഉണ്ടാവണം കേട്ടാ. പാടാണെന്നറിയാം, എന്നാലും ശ്രമിച്ചു നോക്ക്. എനിക്ക് വലിയ പാടൊന്നുമില്ല, കാരണം ഞാൻ അങ്ങനെ ജീവിക്കുന്നവനാ. അതുകൊണ്ട് മനസ്സമാനമുണ്ട് എനിക്ക്. നമ്മൾ വേണ്ടാത്ത ചിന്തകളൊക്കെ ചിന്തിക്കുമ്പോഴല്ലേ. ഇപ്പം നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഒരു നല്ല വെള്ള കടലാസ് പോലെ ആക്കി വെക്കണം എപ്പോഴും. മൊബൈലിലൊക്കെ നമ്മളുടെ ഇങ്ങനെ കുറേ ഡീറ്റെയിൽസും ഡാറ്റയും വരുമ്പോൾ ഹാങ് ആവില്ലേ, ചിലപ്പോൾ നിന്ന് പോകും, അത് കത്തും പോവും. അത് താങ്ങാൻ പറ്റുന്നില്ല അതിന്. ശരിയല്ലേ? അതായത് കുറേ ഓർമ്മകളും കുറേ മറ്റത് മറിച്ചത് ഇല്ലാത്ത ചപ്പ് ചവറുകളൊക്കെ ഇടും. അതുപോലെ നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളയുന്നതിനാ. നമ്മളതൊക്കെ ഡിലീറ്റ് ചെയ്ത് ക്ലിയർ ചാറ്റൊക്കെ അടിച്ച് വിടില്ലേ. എന്ന് വെച്ചാൽ ഇതൊന്ന് ക്ലിയറായി, ഇത് ഫ്രഷായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യണ്ടേ. ഇതേപോലെയാണ് മനുഷ്യൻ്റെ മനസ്സ്. അതായത് നമ്മളുടെ കഴിഞ്ഞ ഭൂതകാലത്തിൽ നടന്ന വിഷമതകളോ പ്രശ്നങ്ങളോ ഒന്നും നമ്മൾ സൂക്ഷിക്കരുത്, ഡിലീറ്റ് ചെയ്യുക. അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. സോ വിട്ടുകളയാം. ഭാവിയിൽ എന്തെന്നുള്ളത് ആലോചിച്ചുകൊണ്ട് ആശങ്കപ്പെടരുത്, ഇത് തല പോച്ചുകൊണ്ടിരിക്കരുത്. ഭാവിയിലല്ലേ, നമ്മൾ അതിൻ്റെ കരുതലോടെ ജീവിക്കാൻ മാത്രം. ചിന്തിച്ച് തല പുണ്ണാക്കിയാൽ വീണ്ടും നമുക്ക് പ്രശ്നമാവും, ഹാങ് ആവും. പ്രസൻറ്റിൽ പ്ലസൻ്റായിട്ട് ജീവിക്കുക. ഈ പോളിസിയാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കണ്ടിട്ടില്ലേ, ലൊക്കേഷനിലായാലും എവിടെയായാലും ഞാൻ വല്ല ഗ്ലൂമി ആയിട്ടും മൂഡൗട്ടായിട്ടൊന്നും ഞാൻ എങ്ങും ഇരിക്കില്ല. കാരണം എൻ്റെ മനസ്സ് എന്ന് വെച്ചാൽ എനിക്ക് പ്രശ്നമില്ലാണ്ടല്ല, എനിക്ക് എൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. എന്ന് വെച്ചാൽ ഫിനാൻഷ്യലി ഉണ്ടാവാം, പല പല കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവാം. അങ്ങനെ നമുക്ക് എല്ലാ മനുഷ്യർക്കും ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന ഗുരുതര പ്രശ്നങ്ങളല്ല. ബി പോസിറ്റീവ്, ബി കൂൾ. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താണെന്നറിയാമോ, നമുക്ക് എല്ലാ ദിവസവും തിരുവോണം അല്ലേ. മുകളിലേക്ക് ചിന്തിക്കാണ്ടിരുന്നാൽ മതി. അതായത് നമ്മളെക്കാൾ മുകളിൽ നിൽക്കുന്നവർ, നമ്മളെക്കാൾ സമൃദ്ധിയിലോ സമ്പന്നതയിലോ നിൽക്കുന്ന ഒരാളെ ആലോചിച്ചാൽ നമ്മുടെ മനസ്സമാനം പോകും. നമ്മളെക്കാൾ താഴെയുള്ളവരെ ചിന്തിച്ചാൽ അയാളെക്കാൾ എത്രയോ വലിയ ഭാഗ്യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇല്ലേ. ഇതൊക്കെയാണ് ഇതിൻ്റെ ടിപ്സ്. അപ്പോൾ ഇതൊക്കെ മഹാബലിക്ക് നമ്മൾ വാക്ക് കൊടുക്കുക, നമ്മുടെ മനസ്സ് ക്ലിയർ ആക്കുക. മാറാമ്പില, ചപ്പ് ചവറ്, ചുക്കിലൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് മനസ്സിനെ അങ്ങോട്ട് ഫ്രീ ആക്കി വെച്ച് നോക്കി എപ്പോഴും ഹാപ്പി ആയിരിക്കും. അതാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂസ് ചാനൽ അത്തരത്തിലുള്ള സത്യസന്ധമായ, നീതിയുക്തമായ ഒരു മാതൃകയായിട്ട് മാറാനായിട്ട് ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവർക്കും എല്ലാവിധ
ഓണാശംസകൾ നേരുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. അതെ, ഹാപ്പി ഓണം. ഇപ്പോഴത്തെ കാലത്ത് ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റാണ്. അപ്പം ഒരുപാട് വർഷങ്ങൾ നിങ്ങളുടെ ചാനലിന് പിടിച്ചു നിൽക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പം ഈ കേരളത്തിലെ മാനത്തെ കൊട്ടാരം അല്ലേ, ആ സീരിയലിൻ്റെ ത്രൂവിലും ഞങ്ങൾ സംഗീത അശോക് വർമ്മ ആ ഇതിലാണ് അറിയപ്പെടുന്നത്. അപ്പം എല്ലാവരും അതെ, അശോക് വർമ്മ ഞങ്ങളുടെ സീരിയലും കാണുക എല്ലാ പ്രേക്ഷകരും. അപ്പം എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം.